ഓ ചൈതന്യ ശാശ്വത ശാന്തോ വ്യോമാതീതോ നിരഞ്ജനഃ ബിന്ദുനാഥ കലാതീത തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓ ശാന്തി ശാന്തി ശാന്തി. ആചാര്യപാദങ്ങളിൽ പ്രണാമം. എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും വിനീത നമസ്കാരം. പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരു മനുഷ്യനായി ജനിച്ചതാണ്. ജനിച്ച് ഗുരു തൻ്റെ ജന്മലക്ഷ്യം അറിഞ്ഞ് ആ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പരമമായ പദമെന്ന് പറയുന്നത് ഗുരുപദമാണ്. ആ ഗുരുപദത്തിൽ എത്തി സ്വയം രേഖപ്പെടുത്തിയതാണ് നാരായണ ഗുരു എന്ന്. ആ നാരായണ ഗുരു എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ന് പലരും വിപ്ലവകാരിയാണ്, സാമൂഹിക പരിഷ്കർത്താവാണ് എന്നൊക്കെ പറയുമ്പോഴും ഫിലോസഫറാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ശരിയായ അജ്ഞത നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നാരായണ ഗുരു ജ്ഞാനമാണ്, ജ്ഞാനസ്വരൂപനാണ്. നാരായണ ഗുരു മനുഷ്യനായി അവതരിച്ച് മരുത്വാമലയിൽ നിന്ന് ആദി ഗുരുവായ ശിവനിൽ നിന്ന് ആത്മജ്ഞാനം കിട്ടി താഴേക്ക് ഇറങ്ങി അവതരിച്ചതാണ് അവതാരം. അങ്ങനെ അവതരിച്ച ഗുരു മാനവകുലത്തിൻ്റെ അജ്ഞാന അന്ധകാരത്തെ മാറ്റി ജ്ഞാനപ്രകാശം നൽകുകയാണ്. മാനവകുലത്തിൻ്റെയാണ്, അല്ലാതെ ഈഴവൻ്റെ അല്ല, അല്ലെങ്കിൽ ഒരു ജാതിയുടെ അല്ല, ഒന്നുമല്ല. അത് കൃത്യമായി നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയാണ്. നാരായണ ഗുരു സ്വശരീരത്തോടെ ഇരുന്നപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി രൂപീകരിച്ചതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മം, ശ്രീനാരായണൻ അരുളി ചെയ്ത ധർമ്മം, ശ്രീനാരായണ ധർമ്മത്തെ പരിപാലിക്കേണ്ടതാണ് തിരുനാരായണ ധർമ്മ പരിപാലന യോഗം. എന്തോരം പരിപാലിക്കുന്നുവെന്ന് അതിൽ നിൽക്കുന്നവർ മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതിയാവും. അതുപോലെ ഗുരു ജ്ഞാനസ്വരൂപനാണ്. അദ്വൈത വേദാന്തത്തെ, ദ്വൈതമല്ല അദ്വൈത വേദാന്തത്തെ ശങ്കരാചാര്യരാണ് ഇതെല്ലാം കാണിച്ചു. ശങ്കരൻ അവിടെ മത്സരബുദ്ധി ഉള്ളതുകൊണ്ട് ശങ്കരാചാര്യനായി മാറി. എങ്കിൽ ഗുരു സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യം ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് ഗുരുവാണ്. അവിടെ അദ്വൈത വേദാന്തം എന്താണെന്ന് ചോദിച്ചാൽ ഗുരു ഏകാത്മക ചൈതന്യമാണ്. ഗുരുവിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ദൈവമില്ല. അപ്പോൾ നമ്മൾ ഗുരുവിനെ ഗുരുവായി കൊണ്ടുകൊണ്ട് ആരാധിച്ചാൽ നമുക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ആ മോക്ഷസുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ ചെയ്തത് ഏകാത്മക ചൈതന്യം തന്നെയായ ശിവനെയാണ്. അവിടെ ശിവകുടുംബമല്ല, ശിവനെയാണ്. അപ്പോൾ ഗുരു അതിന് ശേഷം ഇങ്ങോട്ട് ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്തു തന്നു. ക്ഷേത്രപ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രത്തിൽ ഇരുന്ന് ഗുരു പൂജ നടത്തിയിട്ടില്ല. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. പൂജ നടത്താനല്ല, പൂജിക്കാനൊക്കെ ആളെ ഗുരു കൃത്യമായി തന്നെ ജ്ഞാനികളെ അവിടെ വെച്ചുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാരായണ ഗുരു ശരിക്കും ഹിന്ദു ആണോ, ഹിന്ദു സന്യാസിയാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, അതൊക്കെ സങ്കുചിത ചിന്താഗതിയോടുകൂടി ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ ഗുരു ഇതൊന്നുമല്ല എന്നുള്ളത് തന്നെ ഉത്തരം. ഗുരു ഇതിനൊക്കെ അപ്പുറം സർവ്വലോകാനുരൂപനാണ്. സർവ്വലോകാനുരൂപനായ ഗുരുവാണ് നാരായണ ഗുരു. ആ ഗുരുവിനെ സമീപിക്കുന്നവരെ ഗുരു ചൈതന്യവത്താക്കി വിടും. ഗുരുവിനെ സമീപിച്ചത് ഹിന്ദു ജനതയാണ്, ഹിന്ദുക്കളിലുള്ള ആളുകളാണ് ചെന്നത്. അത് ഒരു കാന്തത്തെ ഇരുമ്പ് തണ്ട് അടുക്കുന്ന പോലെ ആദ്യം ചെന്നത് ഒരു പയ്യൻ, ബാലനായ കൊച്ചമ്പിപ്പിള്ളയായിരുന്നു. കൊച്ചമ്പിപ്പിള്ള ഗുരുവിനോടടുത്ത് ചെല്ലുന്തോറും ആ ഗുരുവിൻ്റെ ആ പ്രപഞ്ച പ്രവാഹം ആ ബാലനിലെത്തുകയും പിൽക്കാലത്ത് ശിവലിംഗദാസ് സ്വാമികളായി തീരുകയും ചെയ്തു. ഗുരുവിനെ അടിമപ്പെട്ട് ആ ഗുരു എന്താണെന്ന് ആനുഭൂതിക തലത്തിൽ അനുഭവിച്ചു. ശിവനും ഗുരുവും ഒന്ന് തന്നെയാണ് എന്ന ആനുഭൂതിക തലത്തിൽ അനുഭവിച്ച് ദർശനം
ദർശനം എന്ന് പറഞ്ഞാൽ കാണുകയും കേൾക്കുകയും കണ്ടനുഭവിക്കുകയും ചെയ്യുന്നതാണ് ദർശനം. ആ ദർശനം കിട്ടിയ ആദ്യത്തെ ഗുരുവിൻ്റെ വ്യക്തിത്വമാണ്, ഗുരുവിൻ്റെ ആ ഒരു ആദ്യത്തെ ശിഷ്യൻ അല്ലെങ്കിൽ ആ ഗുരു ശരിക്കും പ്രോജ്വലിക്കുന്ന ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞത് നായർ കുടുംബത്തിലെ. ഞാൻ നായർ കുടുംബം എന്ന് പറയാൻ കാര്യം, ഇന്നെല്ലാവരും നായന്മാരെല്ലാവരും നായർ നായർ എന്ന പേരിനോടൊപ്പം ചേർക്കുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കണം. മന്നത്ത് പത്മനാഭൻ നായർ നാരായണ ഗുരുവിനെ നിവൃത്തി പ്രക്ഷാപണത്തിന് ജാഥ നയിച്ച് അവിടെ ചെന്ന് ഗുരുവിനെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ഈ നായർ പദവി എടുത്തു കളഞ്ഞാണ്. അപ്പൊ മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. അങ്ങനെയാണ് പിൽക്കാലത്ത് മന്നത്ത് പത്മനാഭൻ അറിയപ്പെട്ടതും ഈ NSSന്റെ രൂപീകരണവും ചിന്തയും എല്ലാം മന്നത്തിലേക്ക് ഗുരുവിൽ നിന്ന് കിട്ടിയ ഗുരു കടാക്ഷം ഉള്ളത് കൊണ്ടാണ് അത് കിട്ടിയത്. ഗുരു കടാക്ഷത്തിന്റെ കാര്യം നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ ശരി വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഗുരുവിന്റെ കടാക്ഷം, ഗുരു കടാക്ഷം. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിലും ഗുരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കും, നാരായണ ഗുരു പ്രസന്റ് ആണ്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നിൽ നിന്ന് അന്യമല്ലാത്ത ഗുരുവാണ് എന്നോടൊപ്പം ഉള്ളത്. എന്നിൽ നിന്ന് അന്യമായി ചിന്തിക്കുക, എന്നിൽ നിന്ന് അന്യമായി ഒരു പ്രദക്ഷിണ നടത്തിയേക്ക് കാണിക്കുമ്പോൾ അത് അന്യം ആയി പോകും. നമുക്ക് ഗുരുതത്വത്തിലേക്ക് വരുവാൻ സാധിക്കില്ല. അപ്പോൾ ചെറിയൊരു അറിവൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സംസാരം അവസാനിപ്പിക്കാം. ഗുരു ദാർശികൻ എന്ന് പറയുമ്പോൾ രണ്ടുണ്ട്, അദ്വൈത വേദാന്തമല്ല. ആ ഒന്നിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. ഒന്നാണെന്ന് വെച്ചാൽ ഒന്നുമല്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് അരയെടുക്കാം, കാലെടുക്കാം, മുക്കാലെടുക്കാം, പോയി എല്ലാം എടുക്കാം. അപ്പോൾ ഏകാത്മകം എന്നാണെന്ന് അതിൻ്റെ ശരിയായിട്ടുള്ള തത്വം. ശരിയായുള്ള മലയാളം തന്നെ അതാണ്. അത് വേദാന്ത വിശ്വവിദ്യാലയത്തിന്റെ ആചാര്യൻ തന്നെ അത് എൻ്റെ ആ ഒരു വാക്കിന്റെ ഉപജ്ഞാതാവെന്ന് തന്നെ പറയാം. ഏകാത്മക ചൈതന്യമാണ് നാരായണൻ, ജ്ഞാനസ്വരൂപനാണ്. അപ്പൊ ദാർശനികൻ എന്ന് പറയുമ്പോൾ ദർശിക്കുന്ന ആളുമുണ്ട്, ദർശിക്കുന്ന വസ്തുവുണ്ട്, രണ്ടുണ്ട്. അപ്പൊ ദാർശനികൻ എന്ന് ഗുരുവിനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ചിന്ത ഇപ്പൊ ഈ ദാർശനികൻ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അവരുടെ ബോധതലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദാർശനികനല്ല ഗുരു. ഗുരു അതിനും അപ്പുറത്തുള്ള ചൈതന്യമാണ്, ജ്ഞാനസ്വരൂപനാണ്, ഏകാത്മക ചൈതന്യമാണ്. ആ ഏകാത്മക ചൈതന്യം നമ്മളിൽ നിന്ന്, അതായത് എന്നിൽ നിന്ന് അന്യനല്ല. അപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്നിൽ നിന്ന് അന്യനല്ല. അത് ഗുരു പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു. എല്ലാവരും ഗദ്യപ്രാർത്ഥന പ്രാർത്ഥിച്ചു നടക്കാറുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ ഒച്ചയിൽ പ്രാർത്ഥിക്കും, നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഗുരു പറഞ്ഞതായിട്ടാണ് എല്ലാവരും കണക്കായി നടക്കുന്നത്. അല്ല, ഈ ഗുരു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ പറയുമ്പോൾ നമ്മളത് അനുസരിക്കാനും പ്രാപ്തമാക്കി സ്വയം ബോധത്തിൽ ചിന്തിക്കാനുമുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്ന ഓരോ വ്യക്തികളും ഗുരുവിൻ്റെ ആ മഹിമ അറിയുന്നതും ആ ഗുരു പാദങ്ങളിൽ ഗുരു ചരണം ശരണം എന്ന് അടിയുറച്ച് പറയുന്നതും എന്ന് എല്ലാവരും ചിന്തിക്കുക. ഇതിൻ്റെ കമൻറ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധാപൂർവം അറിഞ്ഞുകൊണ്ട് എഴുതുവാൻ ശ്രമിക്കുക. നാരായണ ഗുരു ശിവനും ഒന്ന് തന്നെയാണെങ്കിലും ഗുരുവിൻ്റെ പ്രതിഷ്ഠ വെച്ചുകൊണ്ട് ശിവപൂജയല്ല ചെയ്യേണ്ടത്. നാരായണ ഗുരു അരുളി ചെയ്ത ഗുരുപൂജയാണ് ചെയ്യേണ്ടതെന്ന് അറിയുക. വൈദിക ചെയ്യുന്ന പൂജ നിഷിദ്ധമാണ്. വൈദികരല്ല ഗുരുവിനെ പൂജ ചെയ്യേണ്ടത്. സന്യാസിമാർ ജ്ഞാനസ്വരൂപികളാണ് ചെയ്യുന്നതും. നമ്മൾക്ക് ഓരോ അംഗങ്ങൾക്കും എല്ലാത്തിലും മഹിമയുള്ളതാണ് ഗൃഹസ്ഥാശ്രമി. ഒരു ഗൃഹസ്ഥാശ്രമി ഗുരുവിനെ ഗുരുപൂജ ചെയ്യുന്നതിനേക്കാൾ മഹത്വം വേറൊന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഗുരുപൂജ ചെയ്യുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 3 കാര്യങ്ങളും നമുക്ക് 3 കാര്യങ്ങൾ ദേവപൂജയിലൂടെ കിട്ടുന്ന 3 കാര്യങ്ങളും ഗുരുവിനെ ശരണം പ്രാപിച്ച് മോക്ഷസുഖം നമുക്കിവിടെ അനുഭവിക്കാനും സാധിക്കുമെന്ന പരമാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും സച്ചിന്ത ഉണ്ടാകട്ടെ എന്ന് ഗുരുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഭക്തിപൂർവ്വം തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്.